ഇന്നലെ കാലത്ത് 9:30 എറണാകുളത്ത് രത്നാസഭ എത്തിപ്പെട്ടു. അവിടെ തൊട്ടിട്ട് ആലപ്പുഴ ജില്ലയിൽ ഇനോഗ്രേറ്റ് ചെയ്യുന്ന 9 അംഗൻവാടികളും അദ്ദേഹം പേഴ്സണലി വിസിറ്റ് ചെയ്ത് ഇനോഗ്രേറ്റ് ചെയ്യുവാണ്. ഇന്നലെ ഈവനിങ് 8 മണിയോടുകൂടി ചെങ്ങന്നൂർ അടുത്തുള്ള 5ാമത്തെ അംഗൻവാടി ഇനോഗ്രേറ്റ് ചെയ്തു. ഇന്ന് മോർണിംഗ് തൊട്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
हवामहे कलिन्दवीनामुखमश्रवस्तमम् ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पद आनन्दीनामविश्वयवतु गणेशाय नमः नमो ब्रह्मणे नमस्तेवाय त्वमेव प्रत्यक्षं ब्रह्मासि त्वमेव प्रत्यक्षं ब्रह्मासि ജാതിമത വർണ്ണ ഭേദങ്ങൾക്ക് അതീതമായി സഹായം ആവശ്യമുള്ളവരെ സേവിക്കാനാണ് ഭഗവാൻ ബാബ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പുട്ടപർത്തിയിൽ വൈറ്റ്ഫീൽഡിൽ സെൻട്രൽ ട്രസ്റ്റിന്റെ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത്. അതൊരു പക്ഷേ ലോകത്തിൽ തന്നെ. അടുത്തതായി ബഹുമാനപ്പെട്ട ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീ ജോൺ ഡി സാമുവൽ IASനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജ്യോതിലാൽ IAS സ്വാഗതം ചെയ്യുന്നു.
religion, the religion of love. There is only one caste, the caste of humanity. There is only one language, the language of the heart. There is only one God, He is omnipresent. He has been kind enough to come all the way and probably traveled all the way from Kochi then to Alapi, and tomorrow he is going to Calicut to inaugurate first college under Swami. I think Swami's institution in Kerala. I think we should be proud. It's a historic moment for us. ആലപ്പുഴ MLA ചിത്രരഞ്ജൻ അവർ, എൻ്റെ ബഹുമാനപ്പെട്ട ഗുരുസ്ഥാനീയനായ ഉദ്യോഗസ്ഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതിലാൽ സാർ അവർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സത്യസായി ട്രസ്റ്റിൻ്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹാദികളെ, ട്രസ്റ്റിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും കൂടുതൽ പറയുന്നത് അഭികാമ്യമല്ല. കൂടുതൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ ജനങ്ങൾക്ക് ഈ സേവനം ലഭ്യമാകുന്ന തരത്തിൽ ഇവിടുത്തെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും
ഇതിൻ്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവരും ഒഫീഷ്യൽ I offer my prayerful salutations at the divine lotus feet of our beloved Master, Bhagavan Sri Satya Sai Baba. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് We have guests on the dais, Sri Chittaranjan, local MLA. We have Additional Chief Secretary, Sri Jyotilal. We have Collector, Sri John. And all my side brothers, Satish is there, and Mukunda, Purni, Prem, Nandu. They're all on the dais, but I have a lot of my brothers and sisters who are belongs to Sai family who have come from various parts of the Kerala. 9 എന്നുള്ള നമ്പർ സ്വാമിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. He used to always have this 9, and somebody asked him, why is the 9 divine number? ഒരിക്കൽ സ്വാമിയോട് ചോദിക്കേണ്ടായി 9ന്റെ പ്രത്യേകത പ്രാധാന്യം എന്താണെന്ന് ചോദിക്കേണ്ടായി. Even if we add 9 to 9, it will always remain 9. 9ന്റെ കൂടെ 9 കൊണ്ട് പെരുക്കിയാൽ പോലും പിറ്റി കിട്ടുന്നത് അതും 9 തന്നെയാണ്. Even if you multiply, it will remain 9. 9നെ വീണ്ടും നമ്മൾ പെരുക്കുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് 9ന്റെ കൂട്ടമായിരിക്കും. Even if you just in Koilandi, ജ്യോതിഷ സാർ സംസാരിച്ച സമയത്ത് കോഴിക്കോട് കൊയിലാണ്ടിയിൽ പുതിയ സ്വാമിയുടെ കോളേജ് വരുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടായി. Sri Satya Sai Central Trust has sanctioned 6.5 crores for the first phase of the college. ഈ കോളേജിന് വേണ്ടി സത്യസായി സെൻട്രൽ ട്രസ്റ്റ് ഏതാണ്ട് 6.5 കോടി രൂപ ആദ്യത്തെ സ്റ്റേജായിട്ട് അനുവദിച്ചു കഴിഞ്ഞു. And it's going to be mainly for women children. ഇത് പെൺകുട്ടികളുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. So it's going to be supporting my sisters here. ഇതെല്ലാം സിസ്റ്റർ നമ്മുടെ സഹോദരിമാർക്ക് ആനന്ദകരമാണ്. 75 കൊല്ലം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 2023 we got a women's reservation bill. 2023 സ്ത്രീകൾക്ക് വേണ്ടിയുള്ള റിസർവേഷൻ ബില്ല് ഉണ്ടായത്. But Satya Sai Baba had started a college for women in 1968. 1968 സ്വാമി അനന്തപൂരിൽ പെൺകുട്ടികൾക്കുള്ള കോളേജ് തുടങ്ങിക്കഴിഞ്ഞു. More than 50 years back. 50 വർഷത്തിന് മുമ്പ് In a very backward area called Anantapur. വളരെ ഒരു വികസനവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അനന്തപൂരിൽ. He knew that women has to be empowered. That's why he said they should be educated, and he started a college way back in 1968. സ്വാമിക്കറിയാമല്ലോ സ്ത്രീകളുടെ ശാക്തീകരണം അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കോളേജ് തുടങ്ങിയത്. Only helping the poor and needy is the only work of Satya Sai organizations, nothing else. സാധുക്കളെ സഹായിക്കലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കലുമാണ് സത്യസായി ഓർഗനൈസേഷന്റെ ഒരേ ഒരു സേവന പ്രവൃത്തി, വേറെ ഒന്നുമല്ല. It is not established for propagation. ഇത് പബ്ലിസിറ്റിക്ക് ഇതിനൊന്നും വേണ്ടി തുടങ്ങിയതല്ല. It is not established to expand the sphere of influence. ഇതിന്റെ കൂടുതൽ പ്രചരണത്തിന് വേണ്ടി തുടങ്ങിയതല്ല. It is started only with the pure intention of serving the people. മനുഷ്യർക്ക് സേവനം ചെയ്യാനുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംഘടന തുടങ്ങിയത്. Fishermen came up in the whole night and nearly saved fellow human beings to the tune of 100,000, 1 lakh people. It's something to be inspired by. ഇന്ന് 100,000 ആളുകളെ മത്സ്യത്തൊഴിലാളികൾ രക്ഷിച്ചു എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് എല്ലാവർക്കും ആവശ്യം തരുന്ന ഒരു വർത്തമാനമാണ്. Governments make control rooms. ഗവൺമെന്റിന് കൺട്രോൾ ഉണ്ടാകാം. Any control rooms, anything, but there is one more control room on top. ഗവൺമെന്റിന് കൺട്രോൾ റൂം ഉണ്ടാകും, പക്ഷേ ഈ കൺട്രോൾ റൂമിന്റെ എല്ലാ മുകളിൽ ശരിയായൊരു കൺട്രോൾ റൂം ഉണ്ട്. That control room belongs to God. അത് ഈശ്വരന്റെ കൺട്രോൾ റൂമാണ്. He is the one, you and your families, നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും with prosperity, peace, കുട്ടികള് love. എല്ലാവരും ശാന്തി, സമാധാനം, സന്തോഷത്തോടു കൂടി Let you all be very, very happy. എന്നും സന്തോഷമായിരിക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. Thank you, Saira. ജയ് സായി.
ओम जय जगदीश हरे स्वामी सत्य साई हरे भक्त जना संरक्षक भक्त जना संरक्षक भक्ति महेश्वर ओम जय जगदीश हरे नमो सत्यनारायण नारायण नारायण ओम नारायण नारायण ओम सत्य नारायण नारायण ओम सत्य नारायण नारायण ओम जय सद्गुरुदेवा ओम जय सद्गुरुदेवा ओम शांति 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 समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु समस्त लोका सुखिनो भवन्तु ओम शांति 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 जय बोलो भगवान श्री सत्य साई बाबा जी की